ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണയും രണ്ട് സ്പൂൺ നെയ്യും ചേർത്ത് വെളിച്ചെണ്ണയും നെയ്യും ചൂടായി കഴിയുമ്പോൾ 3 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് വഴറ്റാം. 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഒരു മീഡിയം കുറച്ച് നേരം വഴറ്റി ഒന്ന് സവാള വാടുന്ന വരെ വഴറ്റാം. അതിനുശേഷം അതിലേക്ക് ഒരു 5 പച്ചമുളകും 15 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ചതച്ചത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയിടുക. വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം വാടിയ ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1.25 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. അതിലേക്ക് തക്കാളി 2 ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് നന്നായിട്ട് വഴറ്റി വാടുന്ന വരെ വഴറ്റാം. തക്കാളി ഒന്ന് വെന്ത് വഴണ്ട് വരുന്ന വരെ നമുക്ക് മൂടി വെച്ച് വേവിക്കുക. തക്കാളി ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ 1 കിലോ ചിക്കനാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് 1 സ്പൂൺ മസാലപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കണ്ട. നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി ഈ ചിക്കൻ വേകാൻ ആവശ്യമുള്ള വെള്ളം ഇതിൽ നിന്ന് കിട്ടും. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ഇട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അത് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നതും ചിക്കൻ വേകാൻ ആവശ്യമായ വെള്ളം ലഭിക്കുന്നതും കാണാം. അപ്പോൾ ചിക്കൻ അടുപ്പത്ത് ഇങ്ങനെ വെച്ച് മൂടി വെച്ച് വേവിക്കുമ്പോൾ എപ്പോഴും തീ കുറച്ചിട്ട് വേവിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ മീഡിയമായിട്ട് ഇട്ടിട്ട് ചിക്കൻ വേവിക്കുക. ഇപ്പോൾ ചിക്കൻ വെന്ത് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് നല്ല വഴണ്ട് വന്നിട്ടുണ്ട്.
അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ഇടാം. ഇതൊരു അടിപൊളി ചിക്കൻ കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.